ഈ ഒരു വീട്ടിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരു കുടുംബത്തിലെ 4 പേരും വെന്തുരുകി മരിച്ചത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഈ വീടിന് ചുറ്റുമുള്ള മറ്റു റെന്റിന് താമസിക്കുന്ന വീട്ടുകാർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാൻ തുടങ്ങി. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അടുക്കളയിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ ലീക്കായ പോലെയുള്ള സ്മെല്ലുകൾ വന്നുകൊണ്ടേയിരിക്കും. ഫാനിന് മുകളിലായിട്ട് ആരൊക്കെയോ ഇരിക്കുന്ന പോലെ തോന്നും. ഇവർ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റാൽ അവിടെ ആരും തന്നെ കാണുകയില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ കൊടൂരമായിട്ടുള്ള മരണ വെപ്രാളത്തിൽ അലർന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് തന്നെ ഈ വീട്ടുകാരും ആ സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുകയായിരുന്നു. അങ്ങനെ ഈ കെട്ടിടം മുഴുവൻ തന്നെ അബണ്ടഡായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് പല രീതിയിലുള്ള മർമ്മങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. ഈ കെട്ടിടത്തിലാണ് രാത്രി ഒറ്റയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്ത് പോയതും അവിടെ എനിക്ക് സംഭവിച്ച കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും കൊലുസ് ഇട്ടുകൊണ്ട് ആരോ ഓടുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. കൂടാതെ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കരയുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. ഈ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ത്രില്ല് കിട്ടൂ. എക്സ്ട്രീം എന്നാൽ പിന്നെ തുടങ്ങാം ഗൈസ്. ഈ ലൊക്കേഷൻ വന്നിട്ട് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നുണ്ട്. ഗൈസ്, ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ കുറേ നാളുകൾക്ക് മുന്നേ വന്നിട്ട് ഞാൻ ഈ ഒരു മനുഷ്യനാണോ? ഹലോ, സോ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ കുറേ നാൾ മുന്നേ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനും നജീബും ഉണ്ടായിരുന്നു അന്ന്. ഞാൻ ഈ ബൈക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ആക്ച്വലി വന്നിട്ട് ഒരു പണി കിട്ടി. നമ്മുടെ തേനീച്ചയല്ല, വേറെ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കടി കിട്ടി എനിക്ക്. അതാണ് ഞാൻ കൈ വീർത്തിരിക്കുന്നത് ഈ ഭാഗത്ത്. സോ ഇതിൻ്റെ അപ്പുറത്തെ റൂമുണ്ട്. ആരത്? ഹലോ, മനുഷ്യന്മാരാണെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്. ഒരു ഷോർട്ട് ഫിലിം. പോലീസിൻ്റെ പെർമിഷൻ ആ കാര്യങ്ങളും ഉണ്ട്. കാരണം ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് ആ റൂമിലോട്ടാണ് കയറി ചെന്നത്. അവിടെ നിന്ന് എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടി. ആ പ്രാണിയുടെ കടി കിട്ടി. ഞാൻ വീണ്ടും റോഡിലോട്ട് പോയിട്ട് നല്ല വേദനയായിരുന്നു. എന്നിട്ട് വീണ്ടും ഈ ഭാഗത്തോട്ട് വന്നേക്കുന്നതാണ്. വീണ്ടും തിരിച്ച് വരുന്ന വഴിക്ക് ആ റൂമിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി പോകുന്ന പോലെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ കണ്ട്, അതുകൊണ്ട് എനിക്ക് ഡൗട്ട് മനുഷ്യനാണോ എന്ന് സംശയമുണ്ട്. എനിക്കിവിടെ നിൽക്കും. ഞാൻ വരുന്ന വഴിക്ക് ഈ ബിൽഡിങ്ങിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരാളെ കണ്ടായിരുന്നു. ആ ആളാണ് ഈ സൗണ്ട് ഉണ്ടാക്കിയതെങ്കിൽ പറയുന്നോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. എനിക്ക് കുഴപ്പമില്ല, പോലീസിൻ്റെ തന്നെ പെർമിഷൻ ഉണ്ട്. സോ ഇതാണ് ഗൈസ്. ഗൈസ്, ഈ വീട്ടിൽ വന്നിട്ട് കുറച്ചൊരു വിഷയം അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ബിൽഡിംഗ് അത്യാവശ്യം എല്ലാ സ്ഥലത്തും വന്നിട്ട് തന്നെ ഈ വൃത്തിയിട്ട പടങ്ങൾ കുറേ അധികം വരച്ചു വെച്ചിട്ടുണ്ട്. സോ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അതല്ലാതെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സോറി. ഓക്കെ, മൊബൈൽ. സോ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അകത്തൊരു ആ റൂമിൽ ഒരു ക്യാമറ കൊണ്ട് സെറ്റ് ചെയ്യാം, എന്നിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അവിടെ മൊത്തം കാടാണ്.
ഈ കാട്ടിനകത്താണ് ആ ഇതുള്ളത്. അവരുടെ വെട്ടം കാണുന്നുണ്ടോ? ഞാൻ അവിടെ guys, फिर हम ആരതെ? ഐസ് ഇവിടെ നിന്ന് ഹമ്മിങ് സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഓ ദൈവം നമ്പറാണ്. ഓ മൈ ഗോഡ്. ആരെ ഇപ്പം ഇങ്ങോട്ട് ഓടിപ്പോയത്? ആരെ ഇപ്പം ഇതുവരെ ഓടിപ്പോയത്? ദൈവമേ. നെഴല് ആരത്? കൈസ് ഇപ്പൊ നെഴലുണ്ട് അവിടെ. ഞാൻ ഇവിടെ ഒരു നെഴലാണ് ക്ലിയർ ആയിട്ട്. ആരകത്ത്? ആരകത്ത്? ഗൈസ് അകത്തൊരു ക്യാമറയുണ്ട്, അതിൽ ക്യാപ്ചർ ആയിട്ടുണ്ടോന്ന് അറിയത്തില്ല. ആരകത്ത്? എൻ്റെ അമ്മ. ആ ക്യാമറയിൽ മിക്കവാറും ക്യാപ്ചറായി കാണും. ഒരു ഭയങ്കര വലിയൊരു ഷാഡോ, അത് ഭയങ്കര സൈസ് എന്ന് പറയാം. ഞാനത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുമാതിരി, കാരണം ഇതിനു മുന്നേ ഞാൻ അങ്ങനത്തെ ഒരു ഷാഡോ ആയിട്ട് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഇത്രയും പോസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, 5 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, എവിടെയും തന്നെ നിഴലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എവിടെ തന്നെ നിഴലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് നിഴലായിട്ട് ഷാഡോ ആയിട്ട് ഞാൻ കാണുന്നത്. ആരകത്ത്? നിങ്ങളാണ് ഇപ്പം ഇത്ര ശ്വാസം വലിച്ചു വിട്ടത്? ഹലോ
നിങ്ങളാണ് ഇപ്പോൾ ഇത്രയൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഷാഡോയാണ് ഞാനിപ്പോൾ കണ്ടത്. നിങ്ങളുടെ ഷാഡോയാണ് ഞാനിപ്പോൾ കണ്ടതെങ്കിൽ സൗണ്ട് ഒന്നും കൂടി കേൾപ്പിക്കാവോ? എൻ്റെ ഭഗവാനെ, ഓ ഷിറ്റ്, എക്സ്ട്രീം. എന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ടോ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു സൗണ്ട് കേൾപ്പിക്കാമോ ഇപ്പോൾ? എൻ്റെ ദൈവമേ, പേടിപ്പിക്കാനല്ല പറഞ്ഞേ. വീട്ടിൽ സൗണ്ട് കേട്ടോണ്ടിരുന്നു. എൻ്റെ അമ്മ, യോ കൈസ് എന്നിട്ട് കേൾക്കുന്നു. മനുഷ്യനല്ലെന്നുള്ള കൺഫേം ആയി. സോ മനുഷ്യനായിരുന്നെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ച നിങ്ങൾ തന്നെയാണോ ഈ സ്പിരിറ്റ്? എന്നിട്ട് ആ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് നിങ്ങളതാണോ ഇവിടെ ഉള്ള സ്പിരിറ്റ്? ഈ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ? നിങ്ങൾക്ക് ഓ മൈ ഗോഡ്, എൻ്റെ കൊലീസിന്റെ സൗണ്ട്, കൊലീസിന്റെ സൗണ്ട്. കൊലീസിന്റെ സൗണ്ട് കേൾക്കുന്ന ക്ലിയർ ആയിട്ട്, കൊലീസിന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. കൊലീസിന്റെ സൗണ്ട് നടക്കുന്നവരുണ്ട്. എങ്ങനെ ഇരിക്കണം? Oh my God. Oh my God. Oh. എൻ്റെ ഭഗവാൻ, ഓ ഷിറ്റ്.
എൻ്റെ ദൈവമേ, ഇവിടുന്ന് സൗണ്ട് കേട്ടെ ഗൈസ്. എക്സ്ട്രീം സൗണ്ട്, എക്സ്ട്രീം ലെവലിലെ ആ കയ്യിലെ വന്നിട്ട് ആ വളയുടെ സൗണ്ടും നടക്കുമ്പോൾ കൊലുസിൻ്റെ സൗണ്ട് എന്തൊക്കെ കേൾക്കുന്നത്. അമ്മോ, അത് കഴിഞ്ഞിട്ടൊരു എക്സ്ട്രീം സൗണ്ട്, പീക്കിൻ്റെ ഒരു സൗണ്ട് എക്സ്ട്രീമായിട്ട്. എന്താ ദൈവമേ. ഓ, ഏയ്, ഓ, oh my god, oh my god. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാവോ? നിങ്ങളുടെ പേര് പറയാമോ? പേര് എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. പേര് പറയാമോ നിങ്ങളുടെ? എന്നോട് ഗൈസ്, എക്സ്ട്രീം ലെവലിലെ സൗണ്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇത് എക്സ്ട്രീം ലെവൽ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് വന്നിട്ട് ഒരു ലിമിറ്റ് വരെ പിടിച്ചു നിൽക്കാൻ പറ്റും, അതിലുപരി വന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം, അതിലെനിക്ക് എന്നെ കൊണ്ട് എത്രമാത്രം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഞാൻ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, സോ വീഡിയോ കാണുന്ന നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും രൂപത്തെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സൗണ്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ.
നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. ചെവിക്കല്ല് പൊട്ടി പോകുന്ന രീതിയിൽ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചുപോയ ആളുടെ സ്പിരിറ്റ് ആണ് ഉള്ളത്. ഓക്കെ, എക്സ്ട്രീം ലെവൽ സൗണ്ടാണ് കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുന്നത്. ഇത് വന്നിട്ടിപ്പോൾ ചെറിയൊരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ 2 ക്യാമറ ഒന്ന് ഇവിടെ ഒന്ന് അവിടെയും വെച്ചിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ക്യാപ്ചർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാനിവിടെ വന്ന് നിൽക്കുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം. അതാണ് ഇവിടെ ബുദ്ധിമുട്ട്. ഞാൻ ഇവിടുന്ന് പോണോ? ഞാൻ ഇവിടുന്ന് പോയാണോ നിങ്ങൾക്ക്? എന്തൊക്കെയാ വറുത്ത് വെച്ചേക്കുന്നത് ഇവിടെ? എൻ്റെ ദൈവമേ, കാട്ടിന്ന് സൗണ്ട് കേൾക്കുന്നത്. ഓ മൈ ഗോഡ്, ആരത്? ഹലോ ഹലോ, കൈസ് അവിടെ സൗണ്ട് കേൾക്കുന്നു. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്നു. ആരാണ് ഇതൊക്കെ? നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ വേണ്ട ഇവിടെ സ്ഥലത്ത്? പക്ഷേ എൻ്റെ വായനക്ക് നാക്കിനെ കുഴയുന്നു. എൻ്റെ ഭഗവാനെ, ഓ അതുകൊണ്ട് എത്തി നോക്കുന്നത്, എത്തി നോക്കുന്നത് അവിടെ കറുത്ത കളറ്. സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്ന, അവിടുന്ന് എക്സ്ട്രീം.
എൻ്റെ ദൈവമേ, അവിടുന്ന് ഇവിടുന്ന് ഒരേ കൂട്ട് സൗണ്ട് കേൾക്കുന്നു, ഒരേ സമയം സൗണ്ട് കേൾക്കുന്നു. എങ്ങോട്ടാ? എൻ്റെ അമ്മ. ഓ, ഇവിടെ 2 സ്പിരിറ്റ് ഉണ്ടോ? ഇവിടെ 2 സ്പിരിറ്റ് ഉണ്ടോ? രണ്ട് ആത്മാക്കളാണ് ഇവിടെ ഉള്ളത്. എക്സ്ട്രീം ഗൈസ്. വന്നിട്ട് ഒരേ സമയം വന്നിട്ട് ഇവിടുന്നും അവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടുന്ന് ഇപ്പോൾ ഒരു രൂപത്തെ കണ്ട്. എക്സ്ട്രീം ക്യാപ്ചർ. എന്തുകൂടാ തിളങ്ങുന്ന കണ്ണോ? ആ, സൂപ്പർ പാട്ട്. എവിടാ ഇതൊക്കെ? ദൂരെ ഏതോ ഒരു അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. ഏതോ ഉത്സവം കണ്ട. അങ്ങോട്ട് പോയി നോക്കാം. പാമ്പിൻ്റെ പുറ്റ്. പാമ്പ് വല്ലതും വന്ന്. പാമ്പ് ഇവിടെയൊക്കെ പാമ്പൊക്കെ ശരിക്കും കാണും ഈ സ്ഥലത്ത്. ആരത്? ഹലോ, ഇത് എന്ത് പാട്ടാണ് കേൾക്കുന്നത്? എക്സ്ട്രീം സൗണ്ട് കേൾക്കുന്നു. എക്സ്ട്രീം സൗണ്ട്. ആരത്? ഹലോ, അവിടെ എവിടെ ഏതോ ഒരു അമ്പലത്തിൽ എന്തോ ഉത്സവം എങ്ങാണ്ടാണ്. മൊത്തം പാട്ട് കേൾക്കുന്നത്. അത് ദൂരെ എങ്ങാണ്ട. ഇപ്പോൾ ഇത് ഇതൊന്നും പാസ്സായി പോയില്ലായിരുന്നോ? ഓ മൈ, ഓ എൻ്റെ ദൈവം തമ്പുരാനെ, എന്തോ അത് ഇരിക്കുന്നേ? കറാന്നിരിക്കുന്നു. എന്തോ അത്? മയില്. മുരുക. ഹലോ, പാമ്പോ? ആരത്? ഹലോ, എന്തോ സംസാരിക്കുന്നു നിങ്ങൾ? ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, എന്തോ ഇത്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? എൻ്റെ ദൈവമേ, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഒരൊറ്റയ്ക്ക് ഒരാൾ വന്നിട്ട് ഒരു മനുഷ്യനായിട്ട് ജനിച്ചവർക്ക് ഒരു മനുഷ്യൻ കാരണം വേറെ ഒരു മനുഷ്യൻ്റെ വയറ്റിൽ ജനിച്ച ഒരാൾക്ക് വന്നിട്ട് എന്തായാലും പേടി കാണും. ആ പേടി കൊണ്ടാണ് ഈ റിയാക്ട് ചെയ്യുന്നത്.
പട്ടിന് എനിക്കതല്ല ആ ഒരു അവിടെ ഇപ്പം എന്തോ കണ്ട പോലെ. അത് സെക്കൻഡറി ക്യാമറ വെച്ചേക്കുന്നത്, നമ്മുടെ ക്യാമറ തന്നെ അത് ഇരിക്കുന്നത്. അവിടെ ഇപ്പോൾ എന്തോ പാസ്സായി പോയ പോലെ തോന്നി. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാപ്ചർ ആയിട്ടുണ്ടായിരിക്കും. ആ കറുത്ത മുടി ഉള്ള ആ സ്പിരിറ്റ് ആണോ ഇവിടെ മരിച്ചു പോയ ആ ആളിൻ്റെ സ്പിരിറ്റ്? എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇത് സംസാരിക്കുന്നു, എന്തോ പറയുന്നുണ്ട്. എന്ത് സംസാരിക്കും നിങ്ങൾ? എനിക്ക് വ്യക്തമാവുന്നില്ല. ഹലോ, നിങ്ങളുടെ പേര് പറയാമോ? പേര് ഒന്നും കൂടി പറയാമോ? നിങ്ങളുടെ പേര്? രേഷ്മ. ഗൈസ്, എക്സ്ട്രീം ലെവലിൽ ഗോസ്റ്റ് സംസാരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത്. രേഷ്മ എന്നാണോ നിങ്ങളുടെ പേര്? നിങ്ങളുടെ ഏതാ കൺട്രി? ഏതാ? ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും. എൻ്റെ ദൈവമേ, നിങ്ങളാണോ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങളാണോ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ? നിങ്ങളാണോ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഈ കൂടെ ഉള്ളതാരാ? നിങ്ങളുടെ കൊച്ചാണോ? ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഈ കൂടെ ഉള്ളത് നിങ്ങളുടെ കൊച്ചാണോ? നീയാണോ ഇവിടെ മരിച്ചു പോയ രേഷ്മ? ഇത് നിന്റെ കൊച്ചാണോ? ആണെങ്കിൽ സൗണ്ട് കേൾപ്പിക്കാവോ? ഓ ഷിറ്റ്, എൻ്റെ ദൈവമേ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരാണ് ഇവിടെ ഉള്ളത്? അപ്പോൾ നിങ്ങൾ രണ്ടുപേരുമാണ് ഇവിടെ ഉള്ളത്? എൻ്റെ ദൈവം തമ്പുരാനെ. എങ്ങോട്ടെങ്കിലും ഈ നടന്നു പോകുന്നേ? പട്ടി. പല്ലി, പട്ടി, പ്രേതം, ഇതൊക്കെ ഒരു ജീവിതമാണ്. ഇതൊക്കെ ഇതിന് നല്ല രീതിക്ക് ഒന്നും പറയുന്നില്ലേ? അല്ല, ഇത് ഞാനായിട്ട് തന്നെ തിരഞ്ഞെടുത്ത ഒരു വഴി തന്നെയാണ്. എൻ്റെ അമ്മ, നിനക്ക് എന്താ വേണ്ടേ? എന്തിനൊക്കെ ചെയ്യുന്നേ? എൻ്റെ പൊന്നു, നിങ്ങൾ എന്തിനീ തല്ലി പൊട്ടിക്കുന്ന ഇവിടുത്തെ സാധനങ്ങളല്ല?
നിങ്ങൾക്ക് എന്താ വേണ്ടേ? അമ്മയും മോൾക്കും എന്താ ഇവിടെ വേണ്ടേ? എന്തിനാ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ മറ്റുള്ളവരും ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നേ? അല്ല, ഇത് ഞാനായിട്ട് കൊണ്ട് വന്നതാണ്, അത് വേറെ കാര്യം. എന്നാലും പറയുക. ഞാൻ ഇവിടുന്ന് പോണോ നിങ്ങൾക്ക്? ഏതാണ് ഈ പാട്ടൊക്കെ കേൾക്കുന്നത്? ഇവിടുന്ന് ഞാൻ ആ മുടിയുണ്ടേ ഫസ്റ്റ്. ഇങ്ങോട്ടറിയോ? ഈ സാധനമാണ് എന്നെ കടിച്ചത്. എൻ്റെ ദൈവമേ, ഹായ് കിളിക്കൂട്. കിളിക്കൂടല്ലേ ഇത്? ഇത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനകത്ത് ഒരു പോസിറ്റീവ് സംഭവം. സൗണ്ട് വന്നിട്ട് എന്തുവാണ്? ഇവിടെ അവരെ കുഴിച്ചിട്ട പോലെ, തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ടയ്ക്ക് കല്ലിട്ട പോലെ. എൻ്റെ അമ്മ, ഷിറ്റ്. നടക്കുന്ന പോലെ. ആരോട് തൊട്ടടുത്തൂടെ നടക്കുന്ന പോലെ.
എൻ്റെ ദൈവമേ, നിന്നു. അതേതാ വീട്? അങ്ങോട്ട് പോകാനും വഴിയില്ല. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പുറത്തോട്ട്. ഓ മൈ ഗോഡ്. എക്സ്ട്രീം. അപ്പുറത്തുനിന്നാണ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ? ഇതുവഴി ഇറങ്ങി പോകുന്നത് കുഴപ്പമില്ല, പക്ഷെ അപ്പുറത്തോട്ട് പോകാമായിരുന്നു. പക്ഷെ ഇതിനകത്തൊക്കെ മറ്റേ കടന്തൽ കൂടെ ഉണ്ടെങ്കിൽ പണി കിട്ടും. ഇതുപോലെ മുമ്പ് പണി കിട്ടിയത്. മുള്ളു ചെടിയും കൂടിയാണ്. മറ്റേ ഒരു സൈസ് മുള്ളാണിത്. കയറി കഴിഞ്ഞാൽ കേരളത്തിൽ പോകുന്നിടം വരെ പെടും. ഒരു പട്ടിയോ? ആക്ച്വലി വന്നിട്ട് ഇവിടെ 2-3 വീടുണ്ട്. ഒരു വീട്ടിലാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം അതിൻ്റെ ശല്യം സഹിക്കാൻ പോയതാണ് ബാക്കി 2 വീട്ടുകാരുടെ വീട് മാറിപ്പോയത്. അതാണ് ഈ ബാക്കി 3 വീടും അബണ്ടറായിട്ട് കിടക്കുന്നത്. സോ ഒന്ന് നമ്മൾ നിൽക്കുന്നത്, ഇതിനപ്പുറത്ത് വേറൊന്നുണ്ട്, പിന്നീട് ഈ വീട്. ആ ഫസ്റ്റ് വീട്ടിൽ കയറിയപ്പോഴാണ് മറ്റേ കൊത്ത് കിട്ടിയത്. കൈസ് കൂടാതെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ ഞാനും നജീബും കൂടി ഇവിടെ വന്നിട്ട് വീട്. എൻ്റെ ദൈവം തമ്പുരാനെ, എന്തോന്നൊക്കെ അവിടെ കേൾക്കുന്നേ. നീയാണോ ഈ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ മൊത്തം? നീയാണോ ഇവിടുത്തെ ആൾക്കാരെ മൊത്തം ഒഴിപ്പിച്ചത്? നീ മരിച്ചു പോയതിൽ ഇവിടെ ബാക്കി ആർക്കും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ആയുസ് തീർന്നു, നീ മരിച്ചു. എൻ്റെ ദൈവം, ഓ മൈ ഗോഡ്, ഷിറ്റ്. നീയാണ് ഇപ്പൊ എത്തി നോക്കി ഇവിടെ. എന്ത് കോപ്പൊക്കെ എഴുതി വെച്ചിരുന്നു ഇവിടെ. ഇതൊക്കെ പണ്ട് അവർ ഉപയോഗിച്ച ഇത് വാഷ് ബേസ്. എന്തുപടി പറയുന്നത്? ഇതൊരു വാഷ് ബേസാണ്. ഇതൊക്കെ കിച്ചൺ ആയിരിക്കും. ഇതൊരു ബെഡ്റൂം. ഇത് എനിക്കൊന്ന് ബാത്റൂമാണ് തോന്നുന്നു. ഒന്നെങ്കിൽ കുളിക്കുന്ന ബാത്റൂം, ടോയ്ലറ്റ്, കിച്ചൺ, എന്നിട്ട് ഇതൊരു ഹാള്, അതൊരു റൂം, ഇതൊരു റൂം. മൊത്തം 3 റൂമായിരിക്കും. കഴിച്ച് മൊത്തം 3 ബെഡ്റൂമുള്ള ഒരു അടിപൊളി വീടാണിത്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ 3 ബെഡ്റൂം, ഒരു ഹാള്, കിച്ചൺ, ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. പക്ഷേ ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടോ? എൻ്റെ അമ്മ.
ഗൈസ് ഇതിൽ കൂടെ ഇനി എക്സ്പ്ലോർ ചെയ്യാനില്ല. സൗണ്ടുകൾ മാക്സിമം കേൾക്കുന്നുണ്ട്. ഓ ഓ മൊത്തം മുള്ള താഴെ കിടക്കുന്നു. അയ്യോ എൻ്റെ അമ്മ. ഇപ്പം എന്തൊന്ന് പാസ്സായി പോയില്ലേ ഇങ്ങോട്ട്? എൻ്റെ ദൈവമേ, എന്തോടെ നടക്കുന്നവരെ. എന്തായാലും നല്ല അടിപൊളി വീടാണ്. പക്ഷെ ഫുള്ള് നശിച്ച് പണ്ടാരടങ്ങി. എന്തായാലും ഗൈസ്, ഈ പാട്ട് തീർന്നില്ലേ? നമുക്കിവിടെ എന്തായാലും പോവാം. കടിയും കിട്ടി, പാമ്പിൻ്റെ കടിയും കൂടെ ഉള്ളു കിട്ടാനായിട്ട് ഇനി. എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്, എക്സ്ട്രീം ക്യാപ്ചർ. എൻ്റെ ദൈവം തമ്പുരാനെ, എന്തുവാണത്? ഓ, ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നു, അവിടുന്ന് സൗണ്ട് കേൾക്കുന്നു. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവം തമ്പുരാനെ, എക്സ്ട്രീം ക്യാപ്ചർ. ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നു, ഇവിടുന്ന് ഇപ്പോൾ രൂപത്തെ കണ്ട്. എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, എന്തോടാ കാണുന്നേ? ഈ മരിച്ചു പോയ ആൾക്കാരെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭയമുണ്ട് ഉള്ളിൽ. ഓ ഷേ, ഷിറ്റ്. ഗൈസ്, ഞാൻ എന്തായാലും ഈ സ്ഥലത്തുനിന്ന് സ്വന്തം ഞാൻ ഈ ഒരു സ്ഥലത്തുനിന്ന് ഇവിടുന്ന് പോവാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ലൈറ്റ് ഓഫ് ആയോ? ഇതെങ്ങനെ ക്യാമറ ഓഫ് ആയോ? ഇവിടെ റെക്കോർഡിംഗ് ആണല്ലോ, ക്യാമറ എങ്ങനെ ഓഫ് ആയേ? ഓ, ലോ ബാറ്ററി. ഷിറ്റ്, റെക്കോർഡ് ആയിട്ടുണ്ടോ ആവോ? ഓക്കെ, എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ വന്നിട്ട് ഇത്ര നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വന്നിട്ട് താങ്ക് യു സോ മച്ച്. അടുത്തൊരു ഗോസ്റ്റ് വീഡിയോ, എന്ത് ഈസി ആയിട്ടാണ് പറയുന്നില്ല അടുത്തൊരു ഗോസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. കാരണം ഇതൊരു വ്ളോഗോ ഫുഡ് വ്ളോഗോ കസാര കുത്തിയിരുന്ന് വീഡിയോ ചെയ്യുന്നവരൊന്നുമല്ല. എന്തായാലും പറയാം, അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ. ഞാൻ ഇവിടുന്ന് പോവാണ്.
എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, സോറി. നമുക്ക് പോവാം. നാളെ രാവിലെ ഇപ്പോൾ സമയമായി, ഓൾമോസ്റ്റ് 3-4 മണിയായി. വന്നിട്ടിവിടെ 3 ദിവസമായി. അതിനിടയ്ക്ക് പല പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മറക്കാനാവാത്ത കുറേ സംഭവങ്ങളുണ്ട്. 1 by 1 ആയിട്ട് നിങ്ങളെല്ലാം വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, നാളെ ഞാൻ വണ്ടി കയറാൻ പോവാം വെളുപ്പിനെ കേരളത്തോട്ട്. ബൈ, ടേക്ക് കെയർ. A flicker in the corner of your eye. Shadows stretch while the echoes cry. Footsteps fall, but no one's near. Whispered secrets fuel your fear. The chill creeps slow like ice.